ഹലോ, വെൽക്കം ബാക്ക് ടു നിഷാസ് പവർഫുൾ കിച്ചൻ. നിഷാസ് പവർഫുൾ കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഓറിയോ കേക്കാണ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. സാധാരണക്കാർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കേക്ക്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ളൊരു കേക്ക്, 3 ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കുന്ന കേക്ക്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേണ്ടത്, ഇനി കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഓറിയോ ബിസ്ക്കറ്റ്, അതുപോലെ ബേക്കിംഗ് പൗഡർ, പാൽ. ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ പാക്കറ്റ് ഓറിയോ പാക്കറ്റും 2 ചെറിയ പാക്കറ്റും. വലിയ പാക്കറ്റിൽ 12 ബിസ്ക്കറ്റ് ഉണ്ടായിരിക്കും. 12 എണ്ണമുള്ള ഒരു പാക്കറ്റും 6 എണ്ണമുള്ള 2 പാക്കറ്റുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 24 ഓറിയോ ബിസ്ക്കറ്റ് അടങ്ങിയിട്ടുള്ള പാക്കറ്റാണ് നമുക്ക് ആവശ്യം. 24 ബിസ്ക്കറ്റും പിന്നെ വേണ്ടത് ആവശ്യത്തിന് ആ ക്രീമി ആക്കുന്നതിന് ആവശ്യമുള്ള പാല്, പിന്നെ ബേക്കിംഗ് പൗഡർ, 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ. ഇത്രയും മതി നമുക്ക് അടിപൊളി പ്ലഫി ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാൻ. വളരെ സിമ്പിളാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആകുമ്പോൾ സാധാരണക്കാർക്ക് ഒരു കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് അപ്രാപ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് സാധിക്കുന്ന, എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഓറിയോ ബിസ്ക്കറ്റ് കുറേശ്ശെയായി മിക്സിയുടെ ജാറിലിട്ട് വെള്ളം നനവ് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. നന്നായി തുടച്ചതിന് ശേഷം ജാറിൽ കുറേശ്ശെയായി നമ്മൾ അല്പാൽപമായിട്ട് ഈ ബിസ്ക്കറ്റ് ഇട്ട് പൊടിച്ചെടുക്കുക. അങ്ങനെ എല്ലാ ബിസ്ക്കറ്റും നമ്മൾ പൊടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റുക. തരി ഉണ്ടാവരുത്. നന്നായിട്ട് പൊടിയുന്ന രീതിയിൽ. ക്രീമൊന്നും, ബിസ്ക്കറ്റിനകത്തുള്ള ക്രീമൊന്നും നമ്മൾ എടുത്ത് കളയുന്നൊന്നുമില്ല. എല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ എല്ലാ ബിസ്ക്കറ്റും നമ്മൾ ജാറിലിട്ട് പൊടിച്ചെടുത്തു. കണ്ടല്ലോ, എല്ലാ ബിസ്ക്കറ്റും ഇതുപോലെ നമ്മൾ 24 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മളിതുപോലെ പൊടിച്ചെടുത്തു, ഒരു ബൗളിലാക്കി. ഇനി ഇതിന് നമ്മളെ കേക്കിന് വേണ്ട ബാറ്റർ തയ്യാറാക്കണം. ആ മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അതിനായി അപ്പോൾ ആ സമയം നമുക്ക് നമ്മളെ കുക്കറിലാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഓവനൊന്നും ഇല്ലാത്തവർക്കും വേണ്ടേ കേക്ക് കഴിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ കുക്കർ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെക്കുക. എന്നതിന് ശേഷം ഇതുപോലെ ഒരു തട്ട് അതിന് സെൻട്രലായിട്ട് വെക്കുക. എന്നിട്ട് കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുക്കറിനെ വെക്കുക. ആ സമയം നമുക്ക് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ കേക്കിൻ്റെ ഓറിയോ ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ച് ബൗളിലാക്കിയിട്ടുണ്ട്. ഇനി കുറേശ്ശെ അല്പാൽപമായിട്ട് നമ്മൾ ഈ പാലൊഴിച്ച് അതിനെ ഒന്ന് മിക്സ് ചെയ്യാം. പാല് കുറച്ച് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഇളക്കി കൊടുക്കുക. പാല് കൂടാനായിട്ട് പാടില്ല. വെള്ളം കൂടരുത്. വെള്ളത്തിന് പകരം നമ്മൾ ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്, മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് പാലാണ്. അപ്പോൾ അതിൻ്റെ അളവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ കേക്കിൻ്റെ കൂട്ട് തയ്യാറാക്കാൻ. ഇനി നമ്മൾ മാറ്റി വെച്ച ബേക്കിംഗ് പൗഡർ, 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം അതിൽ ചേർന്നതിന് ശേഷം പിന്നീട് ഒരു ഭാഗത്തേക്ക് മാത്രം തന്നെ നമ്മൾ അത് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക. വെള്ളം പോരാ എന്ന് തോന്നുമ്പോഴൊക്കെ നമ്മൾ ആ പാല്, നമ്മളെ കയ്യിൽ മാറ്റി വെച്ചിട്ടുള്ള പാല് അല്പാൽപമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഒരു ക്രീമി ലെവലിൽ വന്നിട്ടുണ്ട്. കാണാലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. വളരെ സിമ്പിളാണ് ഇതിൻ്റെ റെസിപ്പി. ഏത് ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കോഴിമുട്ട അടിച്ച് ചേർക്കുകയോ മൈദ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല. പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ക്രീം അടങ്ങിയിട്ടുള്ള ബിസ്ക്കറ്റാണ് ഓറിയോ ബിസ്ക്കറ്റ്. അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ എടുത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ മധുരം ഉണ്ട് അതിൽ. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി, കേക്കിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ആ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. അതവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനുള്ള കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കാം, ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ എടുത്തത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ എടുക്കുകയാണ് നല്ലത്, വെളിച്ചെണ്ണ എടുക്കരുത്. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ റിബൺ കൺസിസ്റ്റൻസിയിൽ ആ പാത്രത്തിലേക്ക് വിടണം. വെള്ളം കൂടാൻ പാടില്ല. പാൽ വെച്ചാൽ നമ്മളിത് മിക്സ് ചെയ്തെടുത്തത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ പാത്രം, ഈ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, കേക്ക് ഒരേപോലെ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒന്ന് തട്ടി കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള കുക്കറിലേക്ക് ഇതിറക്കി വെച്ച് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കൈയൊന്ന് പൊള്ളിയിട്ടോ അതിൽ വയ്ക്കുമ്പോൾ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. എൻ്റെ കൈ ഒന്ന് കുക്കറിൽ തട്ടി. അപ്പോൾ നമ്മൾ ആ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ആ ഇത് അടച്ചു വയ്ക്കാം, കുക്കർ അടച്ചു വയ്ക്കാം. അതിൻ്റെ വെയിറ്റ് ഊരി വയ്ക്കാൻ ശ്രദ്ധിക്കുക. വെയിറ്റെല്ലാം ഊരി വെച്ചു. ഇപ്പോൾ ഒരു 10-25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 25 മിനിറ്റ് ആയപ്പോൾ ഞാൻ സിമ്മിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഒരിക്കലും ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. സിമ്മിലിട്ട് ക്ഷമയോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ ഒരു കേക്കിനെ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഞാൻ കത്തി കൊണ്ടൊന്ന് നോക്കി, ഒരു കത്തി എടുത്ത് അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എടുത്ത് നമ്മൾ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതായിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും അത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റും കൂടെ ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. ഇപ്പോൾ കത്തി ഒന്ന് അമർത്തി നോക്കിയപ്പോൾ അതിൽ പ്രസ് ചെയ്തപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല. അതിനർത്ഥം കണ്ടില്ലേ, കേക്ക് എല്ലാ ഭാഗത്തു നിന്നും വിട്ടു വന്നിട്ടുണ്ട്. കത്തിയിൽ അത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാനത് കുക്കറിൽ നിന്ന് മാറ്റി ഫ്ലെയിം ഓഫാക്കി. അപ്പോൾ ഞാനത് മാറ്റി വെച്ചു. ഇപ്പോൾ നമുക്കിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കത്തി കൊണ്ട് ഇങ്ങനെ വിടുവിച്ച് കൊടുക്കാൻ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇനി ആ ഒരു കാരണത്താൽ കേക്ക് വിട്ട് വരാതിരിക്കേണ്ട. അപ്പോൾ ഇപ്പോൾ ഇതാ കേക്ക് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഞാനൊരു പാത്രത്തിലേക്ക് അതിനെ ഒന്ന് മാറ്റുകയാണ്. കേക്കിനെ കൊട്ടിക്കൊടുത്തു. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അത് വന്നിട്ടുണ്ട്. വളരെ സ്പോഞ്ചി കേക്കായിട്ട് മാറിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം. കണ്ടില്ലേ, ഇത്രയും തിക്നെസ്സിൽ വളരെ ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ആ പ്ലേറ്റിൽ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, അടി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമ്മൾ അതിനൊരു ലെയറൊന്ന്, മേലത്തെ ലെയറിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് അതിനെ ലെയറൊക്കെ മാറ്റി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കേക്കിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ഇതിൽ തന്നെ കാണാൻ പറ്റും. വളരെ സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഇനി അതിൻ്റെ മേലത്തെ ലെയറിനെ നമ്മൾ മുറിച്ച് മാറ്റുക. എന്നിട്ട് ക്രീം റെഡി ആക്കിയിട്ടുണ്ട്. അത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ആ ക്രീം കൊണ്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് മേലത്തെ ലെയർ ഞാനൊന്ന് മുറിച്ചെടുത്തു. കണ്ടില്ലേ, 2 ലെയറാക്കി അതിനെ മാറ്റി. വളരെ ഈസിയായിട്ട് മുറിച്ചെടുക്കാൻ സാധിക്കും. മുറിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പൊട്ടിപ്പോവാതിരിക്കാൻ. ഇനി ഞാനിതാ ഫ്രീസറിൽ വെച്ചിരുന്ന ക്രീം എടുത്തു. അത് ഞാനൊരു നമ്മളുടെ പാൽപ്പൊടിയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അതിലാണ് ഞാൻ ഇതുപോലെ
അതിൻ്റെ ആംഗിളിൽ വെട്ടി കൊടുത്തിട്ടാണ് ക്രീം റെഡിയാക്കുന്നത്. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്താൽ മതി. ഇനി എത്രയാണോ നമുക്ക് വേണ്ട അത്രയും ക്രീം അതിൻ്റെ മീതെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ലെയറിനെ, കേക്കിൻ്റെ ലെയറിനെ മേലേക്ക് വെച്ച് കൊടുക്കുന്നു. അതായത് അതിൻ്റെ ഇടയിലൊന്ന് ഫില്ലിങ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ, കേക്കിൻ്റെ മേലെ എന്താണോ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ പേരാണ് എഴുതുന്നത്. അങ്ങനെ അടിപൊളി ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിലെ ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള, ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാനിടാം. ക്രീം ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. ബിസ്ക്കറ്റ് മാത്രമാണ് പുറത്തുനിന്ന് വാങ്ങിച്ചത്. ബിസ്ക്കറ്റും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും ബാക്കിയെല്ലാം. കേക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വളരെ ഫ്ലഫി ആയിട്ടുള്ള കേക്ക്. ഇനി ബർത്ത്ഡേക്കൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് കേക്ക് കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി അതിൻ്റെ സൈഡിലെല്ലാം ഞാൻ ഈ ക്രീം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഈ കേക്കിൻ്റെ സ്റ്റാൻഡൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലേറ്റിൽ വെച്ച് ചെയ്യുന്നത്. കേക്കിൻ്റേതായി ഉണ്ടാക്കുന്നതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ഉള്ളത് കൊണ്ട് ഞാനെല്ലാം തയ്യാറാക്കിയതാണ്. കണ്ടല്ലോ, അടിപൊളി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും, സാധിക്കും. ഇതേ അളവിലെടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. കുക്കറിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓവനൊന്നും ആവശ്യമില്ല, ബീറ്റർ ആവശ്യമില്ല, എഗ്ഗ് ആവശ്യമില്ല, മൈദ വേണ്ട. അങ്ങനെ പാവപ്പെട്ടവരൊരു കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടല്ലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഓറിയോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ സ്പോഞ്ചിയാണ്. എല്ലാവർക്കും കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടും. വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക, പല്ലില്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ഓറിയോ കേക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വിഭവമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.